Good morning, dear students. Last class we have discussed about what is difference between partial differential equation and differential equation. Okay. Then today we are going to discussing about what is a boundary condition of partial differential equations, and one of the best method we used here is the variable separable method for finding the solution of partial differential equation. Okay, then നമുക്കറിയാം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് it should have a one of the dependent variable and that another two independent variable. Partial differential equation when arises, the dependent variable is a function of two or more independent variable. Okay, partial differential equation അത് നമുക്കറിയാം it is a function of independent variable is a function of two or more independent variable. For example, u is a function of x and y. Here u എന്ന് പറയുന്നത് എന്തായിരിക്കും? u is the dependent variable. അത് മറന്നു പോകരുത് എപ്പോഴും. dependent variable and x and y are independent variables. Okay, എന്തുകൊണ്ടാണ്? x is not depend on y and y is not depend on x. x is the only function of x and y is the only function of y. Okay, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സും വൈയും അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്നും യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ അല്ലേ? അപ്പം നമുക്കറിയാം ഇവിടെ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ന് എഴുതാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മളതിന് ഇതിനോടും അതിന് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അതിനെ പാർഷ്യലാക്കണം. ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ? ബട്ട് വി ക്യാൻ റൈറ്റ് ഡോ ഡി എക്സ് അല്ലേ? ഡി യു ബൈ ഡി ക്യാപിറ്റൽ ഒരു വേറൊരു ഫങ്ഷൻ എടുക്കുവാണെങ്കിൽ എക്സ് ഡിപ്പെൻഡ് ഓൺ എക്സ് ഒള്ളി. അപ്പം ഇങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ അല്ലേ, അങ്ങനെയുള്ള ഒരു യു ഓഫ് എക്സ് വൈ എന്നൊരു ഈ ഒരു ടേമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. വി വാണ്ട് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് സച്ച് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. മേ ബി ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, എനിത്തിങ് എൽസ്. അപ്പം നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ, ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ദ ഓർഡർ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ നോക്കി കഴിയുമ്പം ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡറാണ് അല്ലേ? മോസ്റ്റ് ഓഫ് ദ ഇക്വേഷൻ ഇൻ ഫിസിക്സ്. എക്സാമ്പിൾ നമുക്കറിയാവുന്ന എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ആർ നമ്മളെ കേസിൽ ലാപ്ലേസ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ, ഹീറ്റ് ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. These are the general equations are in the form of a second order, and here two independent variable, that is x and y. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുവാണ്. ഇപ്പോൾ ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദിസ് ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു എക്സാമ്പിളാണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ and u, and the highest order is 2, so it is the second order differential equations. That means equation that contain independent variable, dependent variable, partial derivatives are called partial differential equation. ഇനി നമ്മുടെ ഫിസിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്
ഫസ്റ്റ് വൺ ഈസ് ലാപ്ലേസ് ഇക്വേഷൻ. എന്താണ് ലാപ്ലേസ് ഇക്വേഷൻ? ലാപ്ലേസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 0. എന്താ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷൻ ആണെങ്കിൽ ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 അല്ലേ, വൺ ഡയമെൻഷൻ്റെ കേസിലാണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് വരും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ. അതിനാണ് എന്ത് പറയുന്നത്, ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ കേസിലാണ്. ദാറ്റ് ഈസ് ദ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ദെൻ ദ പോയ്സൺസ് ഇക്വേഷൻ അല്ലേ, നിങ്ങളിപ്പം ഇലക്ട്രോഡൈനാമിക്സ് പഠിക്കുന്ന ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു റോ. ദെൻ ദ ഹീറ്റ് ഫ്ലോ ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കിതൊക്കെ വെച്ചുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/h കട്ട് സ്ക്വയർ ഇൻറ്റു ഡോ സൈ ഡിവൈഡ് ബൈ ഡോ ടി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എന്താണ്, ഒരു സെക്കൻഡ് ഓർഡർ ആണ്, ഇവിടെ എന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ ആണ്. ഇവിടെ സൈ എന്ന് പറയുന്ന എന്തിൻ്റെയൊക്കെ ഫങ്ഷൻ വരുന്നുണ്ട്, എക്സ് വൈ ഇസഡ് ദെൻ ഓൾസോ ടി. ഓക്കെ, ഇവിടെ നോക്കി ഡോ സൈ ഡിവൈഡ് ബൈ ഡോ ടി. ഓക്കെ, അപ്പം നമ്മളിത് 4 എടുക്കണം. ക്ലിയർ ആയില്ലേ? ദെൻ അനദർ ഇക്വേഷൻ, വേവ് ഇക്വേഷൻ അല്ലേ. വേവ് ഇക്വേഷൻ്റെ കേസിൽ നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഹീറ്റ് ഇക്വേഷൻ്റെ കേസിൽ ഒരു സെക്കൻഡ് ഓർഡർ ഒരു ഫസ്റ്റ് ഓർഡർ ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. വേവ് ഇക്വേഷൻ്റെ കേസിലും എന്ത് തന്നെ വരുന്നുള്ളൂ, ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ, ഇവിടെ ഒരു സെക്കൻഡ് ഓർഡർ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ്, വിത്ത് റെസ്പെക്ട് ടു ടി. വേവ് ഇക്വേഷൻ സി ഈസ് ദ വെലോസിറ്റി. ഇവിടെ നമ്മൾ വി സ്ക്വയർ എന്ന് കൊടുത്താലും കറക്റ്റാണ്. ഓക്കെ, ദെൻ ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ. ഹെൽംഹോൾട്ട്സ് ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ അറിഞ്ഞിരിക്കുക, ഡെൽ സ്ക്വയർ സൈ പ്ലസ് ഓർ മൈനസ് കെ സ്ക്വയർ സൈ ഈക്വൽ ടു 0. ഡെൽ സ്ക്വയർ സൈ, അവിടെ 3 വേരിയബിളേ ഉള്ളൂ, എക്സ് വൈ ഇസഡ്. സൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. വാട്ട് ഈസ് സൈ? സൈ ഈസ് എ വേവ് ഫങ്ഷൻ അല്ലേ. നമ്മളിവിടെ എടുത്തേക്കുന്നത് വേവ് ഫങ്ഷൻ ആയിട്ടാണ് സൈ എന്ന് പറയുന്നത്. സൈ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. വേവ് ഇക്വേഷൻ്റെ കേസിൽ, ഹീറ്റ് ഇക്വേഷൻ്റെ കേസിലും സൈ എന്ന് പറയുന്നത് എന്തിൻ്റെയും കൂടെ ഫങ്ഷൻ ആകും, ടൈമിൻ്റെയും കൂടി ഫങ്ഷൻ ആകും. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇമ്പോർട്ടൻറ്റ് ബൗണ്ടറി കണ്ടീഷൻസ് ഗിവൺ ഇൻ ദ കേസ് ഓഫ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്. മെയിനായിട്ട് 3 ബൗണ്ടറി കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. യൂഷ്വലി ഇനിഷ്യൽ വാല്യൂസ് ആർ ദ മോസ്റ്റ് കോമൺ ബൗണ്ടറി കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് പി ഡി അല്ലേ. പാർഷ്യൽ ഡിഫറൻഷ്യൽ കേസിൽ നമ്മൾ എങ്ങനെയാണ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുന്നത്, എക്സ് ഈക്വൽ ടു 0. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, അത് എക്സ് വൈ ഇസഡ് ടേമിലാണ്. നമ്മൾ വാല്യൂ കൂടെ കൊടുത്താൽ അതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ. സോ എക്സ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും അതിൻ്റെ ഫൈനലി എക്സ് ഈക്വൽ ടു എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ജസ്റ്റ് അവിടെ എന്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഫങ്ഷൻ്റെ വാല്യൂസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അല്ലേ. ചില കേസുകളിൽ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, എക്സ് ഈക്വൽ ടു എ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം അവിടെ നമ്മൾ വാല്യൂസാണ് കൊടുക്കുന്നത്, ഫങ്ഷൻ്റെ വാല്യൂസ്. ഇനി എന്താ അടുത്തൊരു ചാൻസ് ഉള്ളത്, ചില കേസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ്, നോർമൽ ഡെറിവേറ്റീവ് ഡോ ബൈ ബൈ ഡോ എക്സ് ഈസ് സം വാല്യൂ, അല്ലെങ്കിൽ എന്താ ഡോ ബൈ ബൈ ഡോ വൈ ഹാവിങ് സം വാല്യൂ. ഈ ഒരു കേസിൽ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും, നോർമൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയും, അല്ലേ. അപ്പോൾ എന്തൊക്കെ കൊടുക്കാൻ പറ്റും, മേ ബി ഗിവൺ ടു ദ വാല്യൂസ് ആൻഡ് ഓൾസോ നോർമൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ബൗണ്ടറി കണ്ടീഷനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോഷീസ് ബൗണ്ടറി കണ്ടീഷൻ. എന്താണ് ഫസ്റ്റ് വൺ ഈസ് കോഷീസ് ബൗണ്ടറി കണ്ടീഷൻ. കോഷീസ് ബൗണ്ടറി കണ്ടീഷൻ ഓർ മിക്സഡ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയും. ദ വാല്യൂ ഓഫ് ദ ഫങ്ഷൻ ആൻഡ് ദ നോർമൽ ഡെറിവേറ്റീവ് ഇസ് സ്പെസിഫൈഡ് ഓൺ ദ ബൗണ്ടറി. ഇവിടെ രണ്ടും കൊടുക്കുന്നുണ്ട്, വാല്യൂം കൊടുക്കുന്നുണ്ട്, നോർമൽ ഡെറിവേറ്റീവ്സ് നമ്മൾ കൊടുക്കും. ഇപ്പോൾ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരും,
അതിൻ്റെ വാല്യൂ അതിൻ്റെ നോർമൽ ഡെറിവേറ്റീവും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ദറ്റ് ഈസ് നോൺ ആസ് കോഷീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് Dirichlet boundary condition. Next one is Dirichlet boundary condition. Here we give only the value of the function specified on the boundary. Important ആണ്. The Dirichlet condition case the value of the function specified on the boundary. Okay, then next one is Newman boundary condition. Newman boundary condition കേസിൽ നമ്മൾ നോർമൽ ഡെറിവേറ്റീവ്സ് ഓഫ് ദ ഫങ്ഷൻ സ്പെസിഫൈഡ് ഓൺ ദ ബൗണ്ടറി. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് മൂന്നും കൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ കോഷീസിൻ്റെ കേസിൽ എന്തൊക്കെയാണ്? ബോത്ത് ഫങ്ഷൻ വാല്യൂ ആൻഡ് നോർമൽ ഡെറിവേറ്റീവ്സ് ആർ ഗിവൺ ടു ദ സ്പെസിഫൈഡ് ഫങ്ഷൻ അല്ലേ, ഓൺ ദ സ്പെസിഫൈഡ് ഓൺ ദ ബൗണ്ടറി. ദെൻ ഡെറിക്ലെറ്റിൻ്റെ കേസിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഫങ്ഷൻ്റെ വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ന്യൂമാൻ്റെ കേസിൽ അവിടെ നമ്മൾ നോർമൽ ഡെറിവേറ്റീവ് എന്ന് ഓർത്താൽ മതി. നോർമൽ ഡെറിവേറ്റീവ്സ് ആർ സ്പെസിഫൈഡ് ഓൺ ദ ബൗണ്ടറി. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതാണ് പാർട്ടിയിൽ എപ്പോഴും തന്നെ ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദ ബൗണ്ടറി ഗിവൺ ടു ദ ഇൻ ദ കേസ് ഓഫ് partial differential boundary conditions. What are the different types of boundary conditions? ഏതൊക്കെയാണ്? Cauchy's boundary conditions, Newman boundary condition and Dirichlet boundary conditions. Clear ആയില്ലേ? Then we are going to another topic, that is the variable separable method. Okay, നമ്മളിവിടെ കാണുന്നത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ് കാണാൻ പോണത്. വാട്ട് ഈസ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക, എങ്കിലേ നമുക്ക് ഇനി മുന്നോട്ടുള്ള എല്ലാ പ്രോബ്ലവും നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് നോക്കുക. വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫസ്റ്റിൽ നമുക്കൊരു ഇക്വേഷൻ എടുത്ത് ചെയ്യാം. അപ്പോൾ തിയറിയേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകാം. ഫസ്റ്റിലെ നമ്മൾ എടുക്കുവാണ് യൂസിങ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ്. Using variable separable method, solve the differential equation. 2x minus variable separable method using the differential equation 2x into dou u by dou x minus 3y dou u by dou y equal to 0. അപ്പോൾ നമ്മുടെ ഇക്വേഷനാണിത്. Using the method of variable separable method, solve the differential equation 2x into dou u by dou x 3y into dou y by dou x equal to 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഈ എക്സും ഈ വൈയും എല്ലാം എന്താണ്? സ്മോൾ ലെറ്ററാണ്. ഓക്കെ, സ്മോൾ ലെറ്റർ u x y, ദാറ്റ് ഈസ് ഹിയർ u ഈസ് എ ഫങ്ഷൻ ഓഫ് small x and small y. ഓക്കെ, ഇപ്പം നമ്മളിനി സോൾവ് ചെയ്യാൻ പോവുകയാണ്. സോൾവ് ചെയ്യാൻ നേരത്ത് നമ്മൾ എടുക്കുവാണ് function of u depends on two variable x and y. So we take it as u is equal to, ഇതെടുക്കുക, ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. Let capital X be the function of x, that is capital X be the function of x only, capital Y be the function of y only, then u is the function of both x and y. നമ്മളങ്ങനെ എടുക്കാൻ പോവാണ് അല്ലേ, ഇത് രണ്ടും കൂടെയാണ്. സോ യു ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? യു എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It is the product of both capital X and capital Y. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. എക്സ് ബി ദ ഫങ്ഷൻ ഓഫ് എക്സ്, വൈ ബി ദ ഫങ്ഷൻ ഓഫ് വൈ, യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് ഓഫ് എക്സ് ഇൻറ്റു വൈ ഓഫ് വൈ. ദെൻ ദ ഇക്വേഷൻ ബിക്കം, നമ്മുടെ കേസിൽ ഇക്വേഷൻ എങ്ങനെയാകും?
ദെൻ ദ ഇക്വേഷൻ ബിക്കം, നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുവാണ്. നമ്മുടെ ഇക്വേഷൻ എന്താവും നോക്കിക്കേ, 2x ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അല്ലേ. അപ്പോൾ എന്ത് വരും, എക്സ് വൈ എന്ന് കൊടുക്കുവാണ്. 3y ഇൻറ്റു ഡോ ഇൻറ്റു 3xy ഡിവൈഡ് ബൈ ഡോ വൈ. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ഹിയർ എക്സ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വൈ അവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ എക്സിനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും, 2x ഇൻറ്റു വൈ ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ്. ഇത് മറന്നു പോകരുത്, ഇത് ക്യാപിറ്റൽ എക്സ്, ഇത് സ്മോൾ എക്സ്, ഇത് സ്മോൾ എക്സ്, ഇത് ക്യാപിറ്റൽ വൈ ആണ്. 3y ഇൻറ്റു എക്സ് ഡോ വൈ ബൈ ഡോ വൈ ഈക്വൽ ടു 0. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇനി അതിന് ത്രൂ ഔട്ടായിട്ട് എക്സ് വൈ, ക്യാപിറ്റൽ എക്സ് വൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എക്സ് വൈ. അപ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 2x ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് 3y ബൈ ക്യാപിറ്റൽ വൈ ഡോ ക്യാപിറ്റൽ വൈ ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇനി നമ്മളിതിന് ഇത് മൈനസ് സൈൻ ആണ്, ഈക്വൽ ടു 0 ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ് വൺ. ഓക്കെ, എങ്ങനെ കിട്ടും, 2x ബൈ എക്സ് 3x ബൈ ഡോ എക്സ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 3y ബൈ വൈ ഡോ വൈ ബൈ ഡോ വൈ. ഹിയർ LHS ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഓൺലി ആൻഡ് RHS ഈസ് എ ഫങ്ഷൻ ഓഫ് വൈ ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി നമുക്കറിയാം ഇത് ഈക്വേഷൻസ് ഈക്വൽ ടു ആയതുകൊണ്ട് നമുക്കൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ്, എങ്ങനെ എഴുതാൻ പറ്റുന്നത്, 2x ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എക്സ് ഈക്വൽ ടു കെ, 3y ഡിവൈഡ് ബൈ ക്യാപിറ്റൽ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ ഈക്വൽ ടു കെ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, സൊല്യൂഷൻ ആകും. സോ ദാറ്റ് ഈസ് ദ ഫോം. ഇനി നമ്മളിതിനെ ചെയ്യാൻ പോവാണ്. 2x ബൈ, ഇനി ഇതിനകത്ത് നമ്മൾ നോക്കിക്കേ, ഇതിനകത്ത് നമ്മൾ ഇതിനെ എന്താ ചെയ്ത് നോക്കിക്കേ, ഡോ ക്യാപിറ്റൽ എക്സ് ബൈ ഡോ എക്സിനെ ഇവിടെ വെക്കും. ഓക്കെ, ഡോ അടുത്തതിൻ്റെ കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും പോർഷനെ നമ്മൾ അവിടെ നിർത്തും. അതുപോലെ തന്നെ ഇതിനെയും അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യിക്കും. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ എന്താ വരുന്നത്, ഡോ എക്സ്, ഇനി എക്സ് മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ റൈറ്റ് dx ഡിവൈഡ് ബൈ എക്സ് എന്ന് എടുക്കാം അല്ലേ, കാരണം എക്സ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ഉള്ളി അല്ലേ. അപ്പം ഡി ക്യാപിറ്റൽ എക്സ് ആണ്, സോറി ഇതിവിടെ ക്യാപിറ്റൽ എക്സ് ആണ് വരേണ്ടത്, സ്മോൾ എക്സ് ആണെന്ന് എടുക്കരുത്. സ്മോൾ എക്സ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നത് dx ബൈ എക്സ് ഈക്വൽ ടു കെ ബൈ, ഇത് സ്മോൾ എക്സ് ആണ്. ഇങ്ങോട്ടൊരു ഇത് മുഴുവൻ ക്യാപിറ്റൽ എക്സിൻ്റെ ടേമിലും, ദിസ് ഈസ് ദ ക്യാപിറ്റൽ എക്സിൻ്റെ ടേമിലും, ഇത് ക്യാപിറ്റൽ എക്സിൻ്റെ, ഇത് സ്മോൾ എക്സ് അല്ലേ, ഇത് സ്മോൾ എക്സിൻ്റെ ടേമിലും. ഈ സൈഡ്, ദിസ് സൈഡ് ഈസ് ദ ക്യാപിറ്റൽ എക്സ്, ദിസ് സൈഡ് ഈസ് ദ സ്മോൾ എക്സ് അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 1/x എന്ന് പറയുമ്പോൾ ലോഗ് ക്യാപിറ്റൽ എക്സ് അല്ലേ. അടുത്ത് എന്ത് വരും, k/2 അവിടെ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് k/2 ഇൻറ്റു 1/x അല്ലേ. 1/x വരുമ്പം ലോഗ് എക്സ്, പിന്നെന്ത് വരും, പ്ലസ് എ കോൺസ്റ്റൻറ്റ് ലോഗ് C1 ഓർ ലോഗ് എക്സ് ഈക്വൽ ടു, നമുക്കറിയാം എന്താ വരുന്നത്, ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, ദിസ് ഈസ് ബിക്കം എക്സ് റേസ് ടു k/2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും, C1 അല്ലേ. ഇത് രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷൻ m ഇൻറ്റു ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു m ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് വൈ. സോ ലോഗ് എക്സ് ഈക്വൽ ടു ലോഗ് C1 ഇൻറ്റു എക്സ് റേസ് ടു k/2 ഓർ എക്സ് ഈക്വൽ ടു C1 ഇൻറ്റു എക്സ് റേസ് ടു k/2.
ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്യാപിറ്റൽ എക്സിൻ്റെ സൊല്യൂഷൻ കിട്ടി. സിമിലർലി വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ക്യാപിറ്റൽ വൈ ലൈക്ക് ദിസ് മാനർ. ഓക്കെ, എങ്ങനെ കിട്ടും? ഓക്കെ, വി ക്യാൻ റൈറ്റ് ഡി വൈ ഈക്വൽ ടു ഇവിടെ ഒരു ഇത് വന്നേക്കുന്നത് ഇറ്റ് ഈസ് ക്യാപിറ്റൽ വൈ ആണ്. ഡി ക്യാപിറ്റൽ വൈ ഡിവൈഡ് ബൈ വൈ ഈക്വൽ ടു കെ ബൈ 3y ഇൻറ്റു ഡി വൈ ഓർ ലോഗ് വൈ ഈക്വൽ ടു കെ ബൈ 3 അവിടെ കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് വൈ അല്ലേ, ലോഗ് വൈ പ്ലസ് ലോഗ് C2. ലോഗ് വൈ ഈക്വൽ ടു ലോഗ് ഈ C2 y raised to k by 3 മറ്റേ ചെയ്ത പോലെ തന്നെ. സോ y ഈക്വൽ ടു C2 ഇൻറ്റു k by 2. ദെൻ ദ ജനറൽ സൊല്യൂഷൻ ബിക്കം എന്തായിരിക്കും? u ഈക്വൽ ടു എക്സ് വൈ, u ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് u ഈക്വൽ ടു എക്സ് വൈ C1 x raised to k by 2, C2 y raised to k by 3, C1 C2 x raised to k by 2 y raised to k by 3. നമുക്കറിയാം രണ്ട് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും വി ഗെറ്റ് 1 കോൺസ്റ്റൻറ്റ്. സോ C ഈക്വൽ ടു x raised to k by 2 into y raised to k by 3. That means that u is a function of xy and that is equal to c into x raised to k by 2 into y raised to k by 3. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ വാല്യൂ എന്ന് പറയുന്നത്, ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കിനി വേറെ പ്രോബ്ലം കൂടി ഒരെണ്ണം കൂടി ചെയ്യണം, ബൗണ്ടറി കണ്ടീഷനൊക്കെ ഉള്ളത്. അതിനുശേഷം നമുക്ക് നേരെ നമ്മുടെ ലാപ്ലേസിൻ്റെയൊക്കെ സൊല്യൂഷനും കണ്ടുപിടിക്കണം. ഓക്കെ, താങ്ക് യു.